ദൈവത്തിലുള്ള കഴിവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അമൂല്യവും പ്രാധാന്യവും ഉൾക്കൊള്ളുന്ന ഒരു സമ്മാനം ലഭിക്കുമ്പോൾ, ആ സമ്മാനം കൈകളിൽ പിടിക്കുമ്പോൾ തന്നെ കണ്ണുകൊണ്ട് മറ്റൊരാൾക്ക് കാണുവാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റുവാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകും. ഞാൻ നിന്നെ എടുത്ത് ഒരു മുദ്രമോതിരമാക്കും, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നമ്മുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി ഓർമ്മപ്പെടുത്തലായി ഇത് നമുക്ക് കാണുവാൻ കഴിയും. അതെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും നാം അവന് വിലപ്പെട്ടവരാണെന്നും മനസ്സിലാക്കുക. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന മുദ്രാമോതിരം ദൈവത്തിൻ്റെ ഉടമസ്ഥതയുടെയും അവൻ്റെ സ്നേഹത്തിൻ്റെയും നമ്മോടുള്ള അവൻ്റെ പ്രതിബദ്ധതയുടെയും പ്രതീകമാണ്. ക്രിസ്തുവിൽ നമ്മുടെ വ്യക്തിത്വം അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ സ്വീകാര്യതയിലും വേരൂന്നിയതാണ്. ദൈവം നമ്മിലൂടെയും പ്രവർത്തിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവിക പദ്ധതി നിറവേറ്റാൻ നമ്മെ വിധേയപ്പെടുത്താം. ദൈവസ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുമ്പോൾ നാം അവന് വിലപ്പെട്ടവരാണെന്ന് മനസ്സിലാകും. ഇത് തിരിച്ചറിയുമ്പോൾ നമ്മിൽ വിനയമുണ്ടാകുന്നു. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വവും അവൻ്റെ മാർഗനിർദ്ദേശത്തിനായുള്ള നമ്മുടെ ആവശ്യവും നാം തിരിച്ചറിയുന്നു. നമുക്ക് ദാനമായി ലഭിച്ച രക്ഷയുടെ പദവിക്ക് നാം ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കുകയും ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസത്തോട് നാം പ്രതിജ്ഞാബദ്ധരായി ദൈവിക ദർശനമുള്ളവരായി നിലകൊള്ളുന്നു. നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റുവാൻ കഴിയുന്ന ഒരു ആത്മീക യാഥാർത്ഥ്യമാണിത്. നാം ദൈവത്തിൻ്റെ മുദ്രമോതിരമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിരുപാധികമായി ദൈവസ്നേഹവും സ്വീകാര്യതയും അനുഭവിപ്പാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു.